കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് 2 കോടിയിലധികം അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്നും അതിലേറിയ ഭാഗവും ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന റോഹിംഗ്യ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളാണ് എന്നും ഒരു വാർത്ത വന്നിരുന്നു. അതിനെ തുടർന്ന് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഞങ്ങളൊരു ചർച്ച, ഒരു അനാലിസിസ് നടത്തിയിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ ധനുഷ്, അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചേട്ടാ, ഇവരെ എങ്ങനെ നമ്മൾ പുറത്താക്കും? ഇത് ഒരു വലിയ സംഖ്യ ഉണ്ടല്ലോ, 2 കോടി പേർ, അവരെ പുറത്താക്കുക അസാധ്യമാണല്ലോ. ഒരുപക്ഷെ പ്രേക്ഷകർ അത് ചിന്തിച്ച് കാണും. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. SIR നടപ്പാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇവർ പോവുക തന്നെ ചെയ്യും. നമ്മളാരും അവരെ യാത്രയാക്കണ്ട, പറഞ്ഞു വിടണ്ട, വെടിയുതിർക്കണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് അന്ന് ഞാൻ പറഞ്ഞ കുറെ കാരണങ്ങളുണ്ടായിരുന്നു. അവരുടെ റേഷൻ ഇല്ലാതാകും, അവരുടെ ആശുപത്രിയിലെ സൗജന്യ ചികിത്സ ഇല്ലാതാകും, അവർക്കിപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യവും ഉണ്ടാകില്ല. ഒരു വിദേശി പൗരനല്ലാത്തവൻ രേഖകളില്ലാതെ ഇവിടെ തങ്ങിയാൽ അവന് സ്വാഭാവികമായി അറസ്റ്റിലാകും. എല്ലാ രാജ്യത്തുമുള്ളതുപോലെ ഇവിടെ സംഭവിക്കും. അപ്പോൾ നമ്മൾ പറയാതെ തന്നെ അവർ ബംഗ്ലാദേശിലേക്ക് വണ്ടി കയറും. അതാണിപ്പോൾ ബംഗാളിൽ നിന്ന് നാം കാണുന്ന കാഴ്ച. ഇവിടെ യോഗി ആദിത്യനാഥ് കാത്തിരുന്ന ഒരു വലിയ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. യോഗയെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലടക്കം ക്ലീൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയായിരുന്നു. അതിലേറെയും ബംഗ്ലാദേശികളായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ റോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ളവർ. അവിടെ നിന്ന് യോഗി അതിനുവേണ്ടി കാത്തിരുന്നു. ബീഹാർ കൂടി പിടിച്ചെടുത്തപ്പോൾ ആ ഒരു പ്രക്രിയയിൽ വലിയ ചൂടുവെപ്പായിരുന്നു. ത്രിപുര നേരത്തെ അവരുടെ പക്കലുണ്ട്, ആസാമും അവരുടെ പക്കലുണ്ട്. ഇനി അവശേഷിക്കുന്നത് എൻട്രിയാണ്. അതായത് പുറത്തേക്ക് കളയാനുള്ള ഒരു എക്സിറ്റ് യോഗിക്ക് വേണം. ബംഗ്ലാദേശിൽ നിന്ന് അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള ആ എൻട്രി ക്ലോസ് ചെയ്യാൻ വേണം. അതിന് ബംഗാൾ കൈപ്പിടിയിൽ ഒതുക്കണം. ഒടുവിൽ സുവേന്ദു അധികാരി എന്ന് പറയുന്ന യോഗിയുടെ ഫാനായ ഒരാൾ കൂടി ബംഗാളിൽ മുഖ്യമന്ത്രി ആയപ്പോൾ യോഗിയുടെ പണി എളുപ്പമായി. ഏതായാലും യോഗി പണി തുടങ്ങുക തന്നെ ചെയ്തു. തൂത്തുവാരി പുറത്താക്കി. അതിന് പിന്നാലെ ഇങ്ങോട്ടേക്ക് തള്ളുന്നവരെ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കടത്താൻ സുവേന്ദു അധികാരി ഒരു നിമിഷം പോലും വൈകുന്നില്ല എന്നുള്ളതാണ്. അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ കുടിയേറി വന്ന ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ പല ഭാഗത്തും ഭൂമി വാങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ആരും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കേസ് ഇന്നലെ കോടതിയിൽ വന്നു. ഉത്തർപ്രദേശിലെ ബല്ലിയിൽ ഒരു കോടതി ഒരു ബംഗ്ലാദേശ് പൗരന് 3 വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത്. അബ്ദുൾ അമീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലെ റോഹിംഗ്യൻ ക്യാമ്പിൽ നിന്ന് 2003 എത്തിയ വ്യക്ി. വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചു, വ്യാജ രേഖകൾ നിർമ്മിച്ച് UP യിൽ ഭൂമി വാങ്ങിക്കൂട്ടി. ഇത് ഒരാൾ മാത്രമല്ല, അബ്ദുൾ അമീൻ ഒരു പ്രതീകം മാത്രമാണ്. ഒരു വ്യക്തി വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നതും ആ വ്യക്തിയെ തടങ്കലിലാക്കിയിരിക്കുന്നു. ഇതൊന്നല്ല, ബംഗാളിലുടനീളം ഇത്തരത്തിൽ ഏക്കറുകൾ കണക്കിന് ഭൂമികളാണ് ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാർ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നത്. അനധികൃതമായി ഈ രാജ്യത്ത് കുടിയേറുകയും ഈ രാജ്യത്തിന്റെ മണ്ണ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ആസാമിൽ നമ്മളിത് കണ്ടതാണ്. അവിടെ പാവപ്പെട്ട ഗോത്രവർഗ്ഗക്കാരുടെ ഏക്കർ കണക്കിന് ഭൂമികൾ കയ്യേറി. എന്തിനേറെ ക്ഷേത്രഭൂമിയും ക്ഷേത്രം പോലും കയ്യേറി. ഒടുവിൽ ഹിമന്ത ബിശ്വ ശർമ്മ അത് ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ SDPIയും പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരികയും നടന്ന വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും വീടുകൾക്ക് തീ വെക്കപ്പെടുകയും ചെയ്ത സംഭവം ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. അങ്ങനെ ഈ ഇന്ത്യയുടെ മർമ്മപ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് എത്തിയവർ പാകിസ്ഥാന്റെയോ മറ്റുള്ളവരുടെ സഹായത്താലൊക്കെ ഭൂമി വാങ്ങി കൂട്ടുകയായിരുന്നു. അവരെ രാജാവായി വാഴിക്കാൻ മമതയും കോൺഗ്രസും ഒക്കെ മത്സരിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഭൂമി പിടിച്ചു വാങ്ങി അവരെ പോകാൻ അനുവദിക്കുകയാണ് ഇപ്പോൾ യോഗിയും സുവേന്ദു അധികാരിയും ഒക്കെ. ഇവിടെ രാജ്യം ഞെട്ടലോടെ ഓർക്കണം, 60 കൊല്ലം ഭരിച്ച കോൺഗ്രസും പശ്ചിമ ബംഗാൾ കാലങ്ങളോളം ഭരിച്ച CPM തൃണമൂൽ കോൺഗ്രസും ഒക്കെ ചെയ്തത് എന്തായിരുന്നു? ഈ രാജ്യത്തെ പൗരനെ തന്നെ 2ാംകിട പൗരന്മാരാക്കി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവന്റെ സ്വത്തുക്കളും ഭൂമിയും എല്ലാം ബംഗ്ലാദേശികൾക്ക് തീരെഴുതി കൊടുക്കുകയായിരുന്നു. അതായത് വെറുതെയല്ല ബംഗ്ലാദേശികളും പാകിസ്ഥാനിലുമൊക്കെ അവരിരുന്ന് പറയുന്നത്, ഞങ്ങളൊന്ന് വിചാരിച്ചാൽ ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഞങ്ങളോടൊപ്പം ചേരുമെന്ന്. വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ സ്വപ്നം. അതിനവർ കരുതിക്കൂട്ടി വെച്ചിരുന്ന വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളടക്കം ബംഗ്ലാദേശികളുടെ കുടിയേറ്റം, അവർ തിങ്ങിപ്പാർക്കുന്നതും മന്ത്രിസഭയിലടക്കം അവരുടെ അംഗങ്ങളുമൊക്കെ ആയിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. അതുമാത്രവുമായിരുന്നില്ല, അവർ വലിയ രീതിയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നു. ബംഗ്ലാദേശികൾ കരുതിയത് എക്കാലവും കോൺഗ്രസും മമതയും ഭരിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ പശ്ചിമ ബംഗാൾ മുഴുവൻ തങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയുമെന്ന് അവർ കരുതി. അത്തരത്തിലുള്ളൊരു നീക്കത്തിനായിരുന്നു ഇവർ സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. പക്ഷെ എല്ലാം മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. അവർക്കിപ്പോൾ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ചിലരൊക്കെ വിലപിക്കുന്നുണ്ട്, SIR എന്ന് പുറത്തുപോയവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത്, അവരും മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്നു. അവർ മനുഷ്യരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചെലവിൽ അവരെ പാർപ്പിക്കണം. അതല്ലാതെ ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ നികുതി പണം വാങ്ങി അവർക്ക് പാലും മുട്ടയും വാങ്ങിക്കൊടുക്കാൻ സൗകര്യമില്ല എന്നുകൂടി അറിയിക്കുന്നു. കാരണം ഈ രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട്. ഈ രാജ്യത്തിന് ജനങ്ങൾക്ക് ഇനിയെങ്കിലും മുൻപോട്ട് പോകണം. വന്നു കയറിയവർക്ക് പാവിരിക്കലല്ല ഈ രാജ്യത്തിന്റെ ചുമതല എന്ന് കേന്ദ്രം ഭരിക്കുന്നവർക്ക് നന്നായി അറിയാം.
ഏതായാലും ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇനി ഇതിന്റെ വിലാപങ്ങൾക്കൊന്നും ഇപ്പോൾ പഴയതുപോലെ സ്കോപ്പില്ല. മുമ്പൊക്കെ ഇടതുപക്ഷ ബുദ്ധിജീവികളെങ്കിലും ഫേസ്ബുക്കിൽ രണ്ടുപേരും എഴുതുമായിരുന്നു. ഇപ്പോൾ എഴുതിയാൽ വലിയ റീച്ചില്ല, തന്തയ്ക്ക് വിളിയാണ് മിച്ചം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർ നീങ്ങാറുമില്ല. ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇത് രാജ്യം അറിയണം, രാജ്യത്തെ ജനങ്ങൾ അറിയണം. ഇങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഈ കാലം അത്രയും ഭരിച്ച കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അടക്കം ശ്രമിച്ചതെന്ന്. അതായത് ഈ രാജ്യത്തെ കുടിയേറി വന്നവന് എല്ലാവിധ സൗകര്യം കൊടുത്ത് തദ്ദേശീയരെ പിന്തള്ളി അടിമകളാക്കി, പിന്നീട് അവന്റെ ഭൂമി പിടിച്ചെടുത്ത് വന്നു കയറിയവന് കൊട്ടാരവും മണിമാളികയും നിർമ്മിക്കാനും, എന്തിനേറെ പറയുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിലടക്കം MLA മാരെയും MLC മാരെയും തിരഞ്ഞെടുക്കപ്പെടാനും അല്ലെങ്കിൽ അവരെ മന്ത്രിമാരാക്കാനും ശ്രമിച്ചു. മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചത് 80-ലേറെ സ്ഥലങ്ങളിലാണ്. അതിൽ പകുതിയിലേറെയും വരുന്നത് ഒരു വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഐഡന്റിറ്റി ഇനിയും പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന്റെ വേരുകൾ ചെന്നെത്തുന്നത് ബംഗ്ലാദേശിൽ തന്നെയായിരിക്കും. ആസാമിലും ഇതായിരുന്നു സ്ഥിതി. പക്ഷെ കാലം മാറി. ഇപ്പോൾ തദ്ദേശീയരായ മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ ജയിച്ചു കയറിയിരിക്കുന്ന കോൺഗ്രസിന്റെ 19-ൽ 18 പേരും മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഉള്ളവരാണ്. അതായത് അവർ ഒരു ഭാഗത്ത് സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. കുറഞ്ഞ പക്ഷം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലുമെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് മറുഭാഗത്തുള്ളവരും സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ആസാമിലും ബംഗാളിലും നാം കാണുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ മതേതരത്വം ഇന്ന് ഇന്ത്യയിൽ പറന്നു നടക്കുന്നതും പൂത്തുലയുന്നതുമായിട്ടുള്ള ഒരു വിഭാഗം കേരളത്തിലെ ഹിന്ദു സമൂഹം മാത്രമാണ്. ഏതായാലും കാലം അതിനുമൊരു മറുപടി നൽകാതിരിക്കില്ല. ഇത് തന്നെയാണ് ന്യൂസിന്റെ മലയാളത്തിൽ പോയിന്റ്. നന്ദി, നമസ്കാരം.